എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ലൈം ജ്യൂസിൽ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് സീക്രട്ടാണ്, വഴിയെ പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഈ നാരങ്ങ നീര് ഈ ബ്ലെൻഡറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചേർക്കാൻ പോണത് അണ്ടിപ്പരിപ്പാണ്. ഈ അണ്ടിപ്പരിപ്പ് ചേർത്താൽ നല്ലൊരു കളറും കിട്ടും. പിന്നെ നമ്മൾ കൂൾബാറുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ ഇത് ചേർത്തിട്ടാണ്, ആ വൈറ്റ് കളറ് തോന്നിക്കാറില്ലേ നിങ്ങൾക്ക്, അത് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഇതുപോലെ 2 ചെറുതാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഏലക്കായ നോക്കിയിട്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സാണ്, ഇപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം ഇട്ടാൽ മതി. ഇത് പെട്ടെന്ന് കുത്തൽ വരും. വളരെ സൂക്ഷിച്ച് മാത്രം എടുക്കുക. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വാനില എസൻസ് ആണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം, തണുത്ത വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. ആ ഏലക്കായയുടെ ആ തൊലിയെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് തണുപ്പോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. ഞാൻ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്